ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ചുവപ്പ് ചോളം കൊണ്ടൊരു അടയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 1/4 കിലോ ചുവപ്പ് ചോളമാണ് എടുത്തിട്ടുള്ളത്. ചോളം കുറഞ്ഞത് 5 തവണയെങ്കിലും നന്നായിട്ട് കഴുകുക. പിന്നീട് 7-8 മണിക്കൂർ കുതിർത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ചോളമെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് മുരിങ്ങ ഇലയും തേങ്ങ ചിരകിയത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വറുത്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി 2 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിഞ്ഞ സവാളയാണ്. വറുത്ത കപ്പലണ്ടി ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഉണ്ട ഉരുട്ടി പരത്തി തുടങ്ങാം. മാവ് പ്ലാസ്റ്റിക് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു വാഴയിലയിലോ ഇട്ട് പരത്തി അട തയ്യാറാക്കാം. ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ വേഗം നമുക്ക് തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദോശക്കല്ല് ചൂടായാൽ അടയിട്ട് കൊടുത്ത് നെയ്യ് ഒഴിച്ച് നമുക്ക് അട തയ്യാറാക്കാം. അട മൂടി വേവിക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ അടയും ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചുവപ്പ് ചോളം കൊണ്ടുള്ള അടയെല്ലാം റെഡി ആയിട്ടുണ്ട്. സൈഡ് ഡിഷായിട്ട് നമുക്ക് തക്കാളി ചട്നിയോ തേങ്ങാ ചട്നിയോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായ ഒരു അടയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സും എന്നെ അറിയിക്കുക.